വെൽക്കം ബാക്ക് ടു ആർക്കാനെക്സ് മക്കളെ. ഓക്കെ, 1 മാർക്ക് കഴിഞ്ഞു, 2 മാർക്ക് കഴിഞ്ഞു, ഇനി ഏതാ ലാസ്റ്റ് വൺ? 3 മാർക്ക്. അവൻ വന്നു. വരി 3 മാർക്ക് ക്വസ്റ്റ്യൻ. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളൂ, കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറച്ചുള്ളൂ. വരി, ഏതാ ഒന്നാമത്തെ? ഏതാ? മൈക്രോസ്പൊറാഞ്ചിയം ഈസ് സറൗണ്ടഡ് ബൈ 4 wall layers. നെയിം ദ 4 wall layers. നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാ? ഫസ്റ്റ് വാൾ ലെയർ ഏതാ? ഫസ്റ്റ് വാൾ ലെയർ ആണ് എപ്പിഡെർമിസ്. സെക്കൻഡ് വൺ ഏതാ? എൻഡോത്തീഷ്യം. തേർഡ് വൺ ഏതാ? മിഡിൽ ലെയേഴ്സ്. ഫോർത്ത് വണ്ണിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തില്ലേ? ആ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഫോർത്ത് ലെയർ ഏതാ? ടെപ്പിറ്റം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയി. 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് കിട്ടി. റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് 2 ബിയോ 1 ബി മതി. ഓക്കെ, റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ദീസ് ലെയേഴ്സ്. ഈ ലെയേഴ്സിന്റെ ഫംഗ്ഷൻ ഏതൊക്കെയാ? ടെപ്പിറ്റത്തിന്റെ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താ? ന്യൂട്രീഷൻ കൊടുക്കുക. ഓക്കെ, ബാക്കി ടെപ്പിറ്റത്തിന് മാത്രമേ സിംഗിൾ പസംഖ്യ ആയിട്ടുള്ളൂ. ഒറ്റക്ക് ഫംഗ്ഷൻ ചെയ്യാനുള്ളത് ആർക്ക് മാത്രമേ ഉള്ളൂ? ടെപ്പിറ്റത്തിനേ ഉള്ളൂ. നമുക്ക് ബാക്കി 3 എണ്ണത്തിനും കോമൺ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഒരു ഫംഗ്ഷൻ അല്ല, 2 ഫംഗ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ഫംഗ്ഷൻ, ഈ ചങ്ങായിമാര് ഈ 3 ആൾക്കാരും കൂടി ചേർന്നിട്ട് എന്ത് കൊടുക്കും? പ്രൊട്ടക്ഷൻ കൊടുക്കും. ആർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും? മൈക്രോസ്പൊറാഞ്ചിയത്തിനല്ല, വളർന്നു വരുന്ന പൊള്ളൻ ഗ്രെയിൻസിനാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. ദെൻ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഇവന്മാര് എന്തിനെ സഹായിക്കും? ആന്തറിന്റെ ഡെഹിസെൻസിന് സഹായിക്കും. അപ്പൊ പ്രൊട്ടക്ഷനും ആന്തറിന്റെ ഡെഹിസെൻസിനുമാണ് ആര് സഹായിക്കുന്നത്? എപ്പിഡെർമിസും എൻഡോത്തീഷ്യം മിഡിൽ ലെയേഴ്സും സഹായിക്കുന്നത്. എന്നാൽ ടെപ്പിറ്റം എന്തിനു സഹായിക്കുന്നു? ന്യൂട്രീഷൻ ഓഫ് ദ ഡെവലപ്പിംഗ് എംബ്രിയോനാണ് സഹായിക്കുന്നത്. സിമ്പിൾ, 3 മാർക്കൊക്കെ കിട്ടലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എക്കോ R1 is an example of restriction endonuclease. നമ്മൾ പറഞ്ഞതാ. ഓക്കെ, നെയിം ദ ബാക്ടീരിയ ഫ്രം വിച്ച് എക്കോ R1 is isolated. നമ്മൾ മുന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിക്കണേ, ഞാൻ ബോർഡ് മേൽ എഴുതി കാണിച്ച് തന്നിക്കണേ, അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. ഞാൻ ജസ്റ്റ് ഷോർട്ട് ഫോം എഴുതാണ്. എന്താ ഷോർട്ട് ഫോം? ഈക്കോളൈ. എന്താ ഈക്കോളൈന്റെ ഫുൾ ഫോം? എസ്കറീഷ്യ കൊളൈ. എന്താ ബി ക്വസ്റ്റ്യൻ? എക്സ്പ്ലെയിൻ ദ നെയിമിംഗ് പ്രൊസീജിയർ ഓഫ് എക്കോ R1. അപ്പൊ അത് പറയാൻ ഏറ്റവും നല്ലത് എന്താണ്? ഫുൾ നെയിം എഴുതുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഫുൾ നെയിം എഴുതുന്നു. ഏതാ? എസ്കറീഷ്യ കോളി, അല്ലെങ്കിൽ കൊളൈ എന്ന് പറയാം. നമ്മളെ റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ പേരെന്താടാ മക്കളെ? എക്കോ R1. ഓക്കെ, അപ്പൊ ഈ എക്കോ R1 എന്ന റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ ഫസ്റ്റ് ലെറ്റർ എവിടുന്നാ വന്നത്? ഫസ്റ്റ് ലെറ്റർ ഓഫ് ജീനസ്. എസ്കറീഷ്യ ജീനസ് അല്ലേ? ഓക്കെ, എക്കോ R1 എന്ന എൻസൈംസിന്റെ സെക്കൻഡ് ലെറ്ററും തേർഡ് ലെറ്ററും എവിടുന്നാ വന്നത്? എവിടുന്നാ വന്നേ? സ്പീഷീസിന്റെ ഫസ്റ്റ് ലെറ്ററും സെക്കൻഡ് ലെറ്ററും. ദെൻ 6 എവിടുന്നാ വന്നേ? 6 വന്നത് സ്ട്രെയിൻ എന്നാണ്. ആ സ്ട്രെയിനിന്റെ പേരാണ് RY13. ഓക്കെ, സ്ട്രെയിൻ എന്നാണ് വന്നത്. ഇത് I ആണെന്ന് വായിക്കരുതേ, ഇത് 1 ആണ്, റോമൻ 1 ആണ്. ഈ റോമൻ 1 എന്താണ് കുട്ടികളെ? ഓർഡർ ഓഫ് ഐസൊലേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് പേര് കിട്ടിയത്. ഒന്നാമത്തെ അക്ഷരം ഫ്രം ഫസ്റ്റ് ലെറ്റർ ഓഫ് ജീനസ്, രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരം ഫ്രം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെറ്റർ ഓഫ് സ്പീഷീസ്, നാലാമത്തെ അക്ഷരം ഫ്രം സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയ, ആൻഡ് ലാസ്റ്റത്തെ റോമൻ നമ്പർ ഈസ് ഓർഡർ ഓഫ് ഐസൊലേഷൻ. സിമ്പിൾ, 3 മാർക്ക് കിട്ടി. ഓക്കെ, എന്താ അടുത്തത്? ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ്. ഓട്ടോഗമി, ജീറ്റനോഗമി, സീനോഗമി. നമ്മളിത് പോളിനേഷനിൽ പഠിച്ചതാ. പോളിനേഷന് 3 ടൈപ്പേന്, ഓട്ടോയും സീനോയും ജീറ്റനോയും. ഓക്കെ, അപ്പൊ എന്താണ് ഓട്ടോഗമി? അതിന് ആദ്യം ഓട്ടോയും ജീറ്റനോയും സീനോയും പറയാൻ ഏറ്റവും നല്ലത് ആദ്യം എന്താ പോളിനേഷൻ. എന്താ പോളിനേഷൻ? പോളിനേഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുക. ആരെ എത്തിക്കുന്നത്? ട്രാൻസ്ഫർ ഓഫ് പൊള്ളൻ ഗ്രെയിൻ. എവിടെന്നാ? ആന്തർന്ന്. ആന്തറിലല്ലേ പൊള്ളൻ ഗ്രെയിൻ ഉണ്ടാവുക. എങ്ങോട്ടാ? എഗ്ഗുള്ള സ്ഥലത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം എവിടെ എത്തണം? സ്റ്റിഗ്മം എത്തിക്കണം. ഇതാണ് പോളിനേഷനെ. ഓക്കെ, ഇനി നമുക്ക് ഓട്ടോയും ജീറ്റനോയും സീനോഗമിയും പറയാം. ഓട്ടോഗമി എന്താ? ട്രാൻസ്ഫർ ഓഫ് പൊള്ളൻ ഗ്രെയിൻ ഫ്രം ദി ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ഒരു ബഹുമാനത്തിന് നമുക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാം? സെയിം ഫ്ലവർ ഓഫ് ദി സെയിം പ്ലാന്റ് എന്ന് കൊടുക്കാം. ഓക്കെ, എന്താ ജീറ്റനോഗമി? അഗെയിൻ നമ്മളെ ക്ലാസിക് ഡയലോഗ് എന്താ? ട്രാൻസ്ഫർ ഓഫ് പൊള്ളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് ഡിഫറന്റ് ഫ്ലവർ ഓഫ് ദി സെയിം പ്ലാന്റ്. അതാണ് എന്ത്? ജീറ്റനോഗമി. എന്താ സീനോഗമി? ട്രാൻസ്ഫർ ഓഫ് പൊള്ളൻ ഗ്രെയിൻ ഫ്രം ദി ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് ഡിഫറന്റ് ഫ്ലവർ ഓഫ് ദി ഡിഫറന്റ് പ്ലാന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? സീനോഗമി എന്ന് വിളിച്ചത്. സിമ്പിൾ. അപ്പൊ എന്ത് ചെയ്യാന്നോ? ബേസിക് കാര്യം പഠിച്ചേക്കാം. ദെൻ അതിന്റെ ലാസ്റ്റിക്ക് നമ്മൾ മറ്റേ പുട്ടിക്ക് തേങ്ങ ഇടണ മാതിരി ഇങ്ങനെ ആഡ് ചെയ്യുക. സിമ്പിൾ സാധനം.
ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ല. മേജർ ആയിട്ട് വരുന്ന ഒരു 3 ക്വസ്റ്റ്യൻസ്, 3 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതാക്കാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിന് പുറമെ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം നമുക്ക് സംസാരിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ, ആർക്കേനെക്സിന്റെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ വണക്കം. നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലല്ലോ, പേര് ഫാരിസ് ആണ്, സ്ഥലം അരീക്കോടാണ്. ഓക്കെ, ലാസ്റ്റ് പരിചയം ലേറ്റസ്റ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുവേൻ വിട്ടാലോ. ഓക്കെ, പോയി കൂലി കണ്ടിട്ട് വരാം. ഓക്കെ, ബൈ ബൈ.